ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഇപ്പോഴും നല്ല ആരോഗ്യം. സ്വാമി വെറ്റില മുറുക്കാറുള്ള കാലം. മിക്കവാറും വായിൽ മുറുക്കാൻ കാണും. കൊണ്ടമ്മരാജുവിനും ഈ സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു ദിവസം സ്വാമി കൊണ്ടമ്മയോട് പറഞ്ഞു, അങ്ങേക്കുള്ള വെറ്റിലയും അടയ്ക്ക പൊടിച്ചതും ഇവിടെ വെച്ചേക്കാം. ഞാൻ എന്താ അത്ര വൃദ്ധനായോ ഇതൊക്കെ പൊടിച്ചിട്ട് ഉപയോഗിക്കാൻ? 100 കഴിഞ്ഞ കൊണ്ടമ്മ ചോദിച്ചു. അതിനുശേഷം ഒരടയ്ക്ക അണപ്പല്ലിൽ വെച്ച് കടിച്ചു പൊട്ടിച്ചു. നോക്കൂ, എൻ്റെ പല്ലിന് ഒരു കുഴപ്പവുമില്ല. കൊണ്ടമ്മയ്ക്ക് വായിക്കാൻ കണ്ണടയും ആവശ്യമായിരുന്നില്ല. വടിയുടെ സഹായമില്ലാതെ 116 വയസ്സ് വരെ അദ്ദേഹം നടന്നു. ഇതിനെ പരാമർശിച്ച് സ്വാമി ഒരിക്കൽ അരുളി, അക്കാലത്ത് ആളുകൾ ശക്തരായിരുന്നു. എന്താ കാരണമെന്ന് അറിയുമോ? അവർ തങ്ങളുടെ ശരീരവും ഇന്ദ്രിയവും ദുരുപയോഗം ചെയ്യാറില്ല. അവരുടെ ജീവിതത്തിന് ഉന്നതമായ ലക്ഷ്യമുണ്ടായിരുന്നു. അവർക്ക് ആരോടും അസൂയയില്ലായിരുന്നു. ആ പലഹാരം എവിടെ? കൊണ്ടമ്മരാജുവിന് ഒബ്ബാട്ടു, ഒരു മധുര പലഹാരം, വളരെ ഇഷ്ടമാണ്. അന്തരിക്കുന്നതിന്റെ തലേ ദിവസം അദ്ദേഹം ഈശ്വരാമ്പയോട് ആ പലഹാരം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഈശ്വരാമ്പ ഉടൻ അത് ഉണ്ടാക്കി. ഈശ്വരാമ്പ സ്വാമിക്കും കുറച്ച് പലഹാരം കൊടുത്തു. സ്വാമി പറഞ്ഞു, ഞാൻ മധുര പലഹാരം കഴിക്കില്ല. കൊണ്ടമ്മരാജു നിർബന്ധിച്ചു. സ്വാമി, എൻ്റെ അന്ത്യമാകാറായി. അതിനു മുമ്പ് അങ്ങേക്ക് എൻ്റെ കൈകൊണ്ട് ഈ പലഹാരം തരണം. എന്നെ അനുവദിക്കണേ. ജനം പറയുന്നു, യശോദ ഉണ്ണികൃഷ്ണനെ ഊട്ടി എന്ന്, കൗസല്യ രാമനെ ഊട്ടി. ഇപ്പോഴിതാ എനിക്ക് ആ ഭാഗ്യം കൈവന്നിരിക്കുന്നു. ഭഗവാൻ തലയാട്ടി. കൊണ്ടമ്മ ഒരു പലഹാരം എടുത്ത് സ്വാമിയുടെ വായിൽ വെച്ചു. പക്ഷേ അത് സ്വാമിയുടെ കയ്യിലോ വായിലോ ചെന്നില്ല. ഈശ്വരാമ്പ അത് കണ്ട് അത്ഭുതത്തോടെ ചോദിച്ചു, അച്ഛ, അങ്ങ് എവിടെ കളഞ്ഞു ആ പലഹാരം? കൊണ്ടമ്മ ആനന്ദത്തോടെ പറഞ്ഞു, സ്വാമിയുടെ ലീലകൾ ആർക്ക് വിവരിക്കാനാകും? അത് ഒന്നോ രണ്ടോ അല്ല, അത് അനന്തം. പാദനമസ്കാരത്തിനായി. കൊണ്ടമ്മയുടെ 112-ാം വയസ്സിൽ ഭഗവാൻ പറഞ്ഞു, എന്തിന് ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ദർശനത്തിനായി വരുന്നു? ഇത്രയും ദൂരം നടന്ന് വിഷമിക്കുന്നത് എന്തിന്? വീട്ടിലിരിക്കൂ, ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാം. ഈ പ്രായത്തിൽ എനിക്കിതൊരു വ്യായാമമാ സ്വാമി, പുഞ്ചിരിയോടെ കൊണ്ടമ്മ പറഞ്ഞു. ഒരിക്കൽ സ്വാമിയെ സൗകര്യപ്രദമായി കിട്ടിയപ്പോൾ കൊണ്ടമ്മ പ്രാർത്ഥിച്ചു, സ്വാമി, അങ്ങ് ഞങ്ങളുടെ വംശത്തിൽ ജന്മം സ്വീകരിച്ചത് മൂലം രത്നാകര വംശം മുഴുവൻ ധന്യമായി. എൻ്റെ ജന്മം പാഴാകരുതേ. അന്ത്യവേളയിൽ എനിക്ക് അവിടുന്ന് കുറച്ച് തീർത്ഥം സേവിക്കാൻ തരണേ. സ്വാമി അങ്ങനെ ആകാമെന്ന് ഉറപ്പു നൽകി. രാവിലെ 5-ന് കൊണ്ടമ്മ നടന്നു വരും. കൊണ്ടമ്മയെ കാണുമ്പോൾ സ്വാമി ഉറക്കം നടിച്ച് പാദം പുതപ്പുകൊണ്ട് മൂടിക്കിടക്കും. അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സ്വാമിയുടെ സമീപം ചെല്ലും. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മെല്ലെ തൃപ്പാദത്തിന് മുകളിലെ വസ്ത്രം ഉയർത്തും. അതിനുശേഷം പാദത്തിൽ തൊട്ട് വന്ദിക്കും. ഒരു വയോധികൻ പേരക്കുട്ടിയുടെ പാദത്തിൽ തൊട്ട് വന്ദിക്കുന്നത് കണ്ട് ആരും സ്വാമിയെ അരുതാത്തത് പറയരുത്. അതായിരുന്നു കൊണ്ടമ്മയുടെ ചിന്ത. ഒരു സായാഹ്നം സ്വാമി കൊണ്ടമ്മയെ കാണാനായി ഗൃഹത്തിലെത്തി. ആ സമയം അദ്ദേഹം രാമായണം പാടുകയായിരുന്നു. ലക്ഷ്മണൻ യുദ്ധക്കളത്തിൽ മൂർച്ഛിച്ചു വീഴുന്നതും രാമൻ വിലപിക്കുന്നതുമാണ് ഭാഗം. രാമൻ പറഞ്ഞു, ഈ ലോകത്ത് എനിക്ക് കൗസല്യയെ പോലെ മറ്റൊരു അമ്മയെ ലഭിച്ചേക്കാം, സീതയെ പോലൊരു സഹധർമ്മിണിയെ ലഭിച്ചേക്കാം, പക്ഷേ ലക്ഷ്മണനെ പോലൊരു സോദരൻ ലഭിക്കില്ല, അത് ഉറപ്പാണ്. ഇത് കേട്ടുകൊണ്ട് സ്വാമി അകത്തു ചെന്നു. ഭഗവാൻ തിരക്കി, എന്തു ചെയ്യുന്നു? വായനയിൽ നിന്ന് ഉണർന്ന് സ്വാമിയെ കണ്ട് കൊണ്ടമ്മ പറഞ്ഞു, ഹൗ, സ്വാമി വന്നിരിക്കുന്നു. അദ്ദേഹം ഉടൻ സ്വാമിയുടെ പാദങ്ങളിൽ പ്രണമിച്ചു. സ്വാമി, എനിക്ക് പൂർണ്ണമായും അറിയാം, അവിടുന്ന് സാധാരണക്കാരനല്ല, ഈശ്വരൻ തന്നെ. ഞങ്ങളെ ഉദ്ധരിക്കാനായി അവിടുന്ന് ഈ വംശത്തിൽ അവതരിച്ചു. എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, അത് നിറവേറ്റി തരണമേ. ദശരഥന് അന്ത്യവേളയിൽ രാമനെ കാണാനോ ആ തൃക്കരത്തിൽ നിന്ന് ഇറ്റ് വെള്ളം കുടിക്കാനോ കഴിഞ്ഞില്ല. പക്ഷേ ജഡായുവിന് അതിനുള്ള ഭാഗ്യമുണ്ടായി. ജഡായുവിന് കിട്ടിയ ആ ഭാഗ്യം എനിക്കും സമ്മാനിക്കണേ. ഭഗവാൻ അനുഗ്രഹപൂർവം സമ്മതിച്ചു. സ്വാമി വരുന്നു എന്നെ യാത്രയാക്കാൻ. അടുത്ത ആഴ്ച സുബമ്മയുടെ ഗൃഹം സന്ദർശിച്ചതിന് ശേഷം സ്വാമി കൊണ്ടമ്മയെ കാണാൻ നടന്നു.
സ്വാമി വരുന്ന കാര്യം കൊണ്ടമ്മ അറിഞ്ഞു. ഉടൻ ഈശ്വരാമ്പയെ വിളിച്ചു. ഞാൻ ഇനി കൂടുതൽ സമയമില്ല, എന്നിൽ കൃപ ചൊരിയാൻ ഈശ്വരൻ വരുന്നു. എവിടെ ഈശ്വരൻ? ഈശ്വരൻ വരുന്ന വിവരം അങ്ങ് എങ്ങനെ അറിഞ്ഞു? നിഷ്കളങ്കത നിറഞ്ഞ ആശ്ചര്യത്തോടെ ഈശ്വരാമ്പ ചോദിച്ചു. കൊണ്ടമ്മ അസ്വസ്ഥതയോടെ പറഞ്ഞു. കഷ്ടം, ഇപ്പോഴും മകനെന്ന വിചാരവുമായി മോഹവുമായി കഴിയുകയാണോ? നോക്കൂ, ഈശ്വരനാണ് ആ വരുന്നത്. സ്വാമി വരുന്ന ഭാഗത്തേക്ക് ചൂണ്ടി കൊണ്ടമ്മ പറഞ്ഞു. പിൽക്കാലത്ത് സ്വാമി പറഞ്ഞു, ഈശ്വരാമ്പയ്ക്ക് എന്റെ ദിവ്യത അറിയാമായിരുന്നു. പക്ഷേ യശോദയ്ക്ക് വന്ന മോഹം ഈശ്വരാമ്പയ്ക്കും സംഭവിച്ചു. ഉണ്ണിക്കണ്ണന്റെ വായിൽ 14 ലോകം കണ്ടിട്ടും യശോദ വീണ്ടും മായയിൽ മുഴുകി. അതുപോലെ ഈശ്വരാമ്പ പുറത്തു വന്നു നോക്കി. സത്യഭാമ മന്ദിരത്തിന് മുന്നിൽ സ്വാമിയുടെ മോറിസ് കാർ. അക്കാലങ്ങളിൽ സ്വാമി സ്വയം വണ്ടി ഓടിക്കുമായിരുന്നു. ശരിയാ, സ്വാമി കാറിൽ വരുന്നുണ്ട്, ഈശ്വരാമ്പ പറഞ്ഞു. കൊണ്ടമ്മ ഉടൻ പറഞ്ഞു, ഈശ്വരാമ്പ, എന്റെ സമയമായി, ഇനി ഞാനില്ല. ഈശ്വരൻ വാക്കു പാലിക്കാൻ വരികയാണ്. കൊണ്ടമ്മയുടെ ആവശ്യപ്രകാരം ഈശ്വരാമ്പ ടംബ്ലറിൽ വെള്ളം കൊണ്ടുവന്നു. അച്ഛന് അസുഖമൊന്നുമില്ലല്ലോ, ഒരു പനി പോലുമില്ല, പിന്നെന്താ മരിക്കാൻ പോകുക എന്നൊക്കെ പറയുന്നത്? ഈശ്വരാമ്പയ്ക്ക് പരിഭ്രമം. മരണം ഈശ്വരേച്ഛയ്ക്ക് അധീനം. ജനനത്തിനും മരണത്തിനും കാരണം വേണ്ട. ഇതാണ് പരമമായ സത്യം, കൊണ്ടമ്മ പറഞ്ഞു. ഭഗവാൻ ഗൃഹത്തിലെത്തി. കൊണ്ടമ്മ താഴെ ഇരുന്ന് സ്വാമിയെ കട്ടിലിൽ ഇരുത്തി. പിന്നീട് മുഖം ഭഗവാന്റെ മടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമി, എന്റെ പ്രാർത്ഥന കേൾക്കൂ. ഈശ്വരാമ്പ വിസ്മയത്തോടെ ഇതെല്ലാം ശ്രദ്ധിച്ചു. സ്വാമി, ഞാൻ അനീതി കാണിച്ചിട്ടില്ല, അധർമ്മം ചെയ്തിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. പക്ഷേ അബദ്ധവശാൽ ചിലപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാനുള്ള പണം കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടാവും. അങ്ങ് അവതരിച്ച് പരമപവിത്രമാക്കിയതാണ് രത്നാകര വംശം. അതിനാൽ ഞാൻ ഈ തരുന്ന പണം ചില്ലറയാക്കി എന്റെ സംസ്കാര ചടങ്ങ് നടത്തുമ്പോൾ വിതരണം ചെയ്യണേ. എന്റെ കടമൊക്കെ തീർക്കണേ. അതിനുവേണ്ടി എന്തിനെനിക്ക് പണം തരണം? സ്വാമി തിരക്കി. അല്ല സ്വാമി, എന്റെ കടം ഞാൻ സമ്പാദിച്ച പണം കൊണ്ട് തന്നെ തീർക്കണം. സ്വാമി പിന്നീട് ഒരിക്കൽ ഇക്കാര്യം പരാമർശിക്കവേ പറഞ്ഞു, രത്നാകര വംശത്തിൽ പിറന്നവരൊക്കെ ഇങ്ങനെ ധാർമ്മിക ബോധം ഉള്ളവരായിരുന്നു. സാവധാനം കൊണ്ടമ്മ തുടർന്നു. 20 വർഷം മുമ്പ് അങ്ങ് നൽകിയ വാക്ക് പാലിക്കാനാണ് ഇപ്പോൾ വന്നതെന്ന് എനിക്കറിയാം. അങ്ങ് പാഴ്വാക്ക് പറയില്ലല്ലോ. ഭഗവാൻ മധുരമായി പുഞ്ചിരിച്ചു. ഈ വശ്യമായ പുഞ്ചിരിയാൽ എന്നെ മോഹിപ്പിക്കരുതേ. ഈ ജലം കുറച്ചു കുടിക്കൂ. ശേഷമുള്ളത് തൃക്കരങ്ങൾ കൊണ്ട് എന്റെ വായിൽ ഒഴിക്കൂ. കൊണ്ടമ്മ വീണ്ടും വാചാലനായി. രാജാ ദശരഥന് പുത്രകാമേഷ്ടിയിലൂടെ സാക്ഷാൽ നാരായണൻ രാമൻ എന്ന പുത്രനായി വന്നു. ആദിശേഷൻ ലക്ഷ്മണനായും ശംഖ് ചക്രം ഭരതശത്രുഘ്നന്മാരുമായി ജനിച്ചു. ഈ 4 ദിവ്യ സന്താനങ്ങളിൽ ഒരാൾ പോലും അവസാന നിമിഷം ദശരഥനൊപ്പം ഉണ്ടായിരുന്നില്ല. സ്വാമി, അവിടുന്ന് രത്നാകര വംശത്തിൽ ജനിച്ചു. ഭരദ്വാജ ഗോത്രത്തിൽ ആപസ്തംഭ സൂത്രത്തിൽ വന്നു. ദയവ് ചെയ്ത് എന്റെ അന്ത്യപ്രാർത്ഥന കേൾക്കണമേ. ദശരഥന്റെ ഗതി എനിക്ക് വരുത്തരുതേ. എന്റെ ആഗ്രഹം സാധിപ്പിക്കണേ. ഞാൻ വന്നത് അതിനു വേണ്ടി തന്നെയാണ്. ഇങ്ങനെ അരുളി ഭഗവാൻ കൊണ്ടമ്മയുടെ കയ്യിലിരുന്ന ടംബ്ലർ വാങ്ങി കൊണ്ടമ്മയുടെ വായിൽ ഒഴിക്കാൻ തുടങ്ങി. ഉടൻ അദ്ദേഹം പറഞ്ഞു, സ്വാമി, അങ്ങ് കുറച്ചു കുടിക്കൂ, അതിനുശേഷം എനിക്ക് തരൂ. സ്വാമി അതുപോലെ ചെയ്തു. കൊണ്ടമ്മയുടെ മുഖം ആനന്ദം കൊണ്ട് വിളങ്ങി. അദ്ദേഹം വികാരം തടുക്കാനാവാതെ പറഞ്ഞു, ഹാവൂ സ്വാമി, അവിടുത്തെ തൃക്കര സ്പർശമേറ്റ തീർത്ഥം സേവിച്ച് ലോകം വെടിയുക എത്ര മഹാഭാഗ്യം! ഞാൻ മഹാഭാഗ്യവാൻ. എന്റെ ജന്മം ധന്യമായി. ഭഗവാൻ നൽകിയ തീർത്ഥം സേവിച്ച് കൊണ്ടമ്മ ശാന്തമായി അവസാന ശ്വാസം എടുത്തു. ഓം സത് സത്.